യുഎസിലെ തന്റെ വരവിൽ അധികാരമേറ്റെടുത്തതിനു പിന്നാലെ നിർണായകമായ പല ഉത്തരവുകളിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. അതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയങ്ങളിൽ ഒന്നാണ് ജന്മാവകാശ പൗരത്വ നിയമം ഒഴിവാക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയിച്ചതിനു പിന്നാലെ തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നു. ഇപ്പോഴിതാ അതിന്റെ ശരിവെക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത്. ജന്മാവകാശ പൗരത്വ നിയമം എടുത്തുകളയാനാണ് യുഎസ് പ്രസിഡന്റിന്റെ തീരുമാനം. യുഎസിൽ ജനിച്ചു വീഴുന്ന രാജ്യത്തെ പൗരത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമായിരുന്നു ഇത്. എന്നാൽ വൈറ്റ് ഹൗസ് ലിസ്റ്റ് ചെയ്ത നിർണായക എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ കൂട്ടത്തിൽ ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കാനുള്ള തീരുമാനവുമുണ്ട്. അമേരിക്കൻ പൗരത്വത്തിന്റെ അർത്ഥവും മൂല്യവും സംരക്ഷിക്കൽ എന്ന പേരിലാണ് ഈ ഉത്തരവ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുഎസിൽ ജനിച്ചവരാണെങ്കിലും അതിന്റെ അധികാര പരിധിക്ക് വിധേയരല്ലാത്തവർ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായാണ് വ്യക്തമാക്കുന്നത്. ഇതോടെ യുഎസിലെ കുടിയേറ്റക്കാർ മുഴുവൻ വലിയ ആശങ്കയിലാണ്. അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമായ ഇന്തോ അമേരിക്കൻ സമൂഹമാണ് വളരെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഈ നിയമം ഒഴിവാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ വിഭാഗക്കാരെയാണ്. H-1B വിസ ഉടമകൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ളവർ പോലുള്ള താൽക്കാലിക വിസ ഉടമകൾ, രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് യുഎസിൽ ജനിക്കുന്ന കുട്ടികളെ ഇത് ബാധിക്കും. ഈ നീക്കം യുഎസിൽ അവസരങ്ങൾ തേടുന്നതിൽ നിന്ന് നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ എന്നിവരെ നിരുത്സാഹപ്പെടുത്തുകയും കാനഡയോ ഓസ്ട്രേലിയയോ പോലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യക്കാരുടെ വരവ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. യുഎസ് സെൻസസ് ബ്യൂറോയുടെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2024 കണക്കനുസരിച്ച് ഇന്ത്യൻ അമേരിക്കക്കാർ രാജ്യത്ത് 5.4 ദശലക്ഷത്തിലധികം വരും. ഇത് യുഎസ് ജനസംഖ്യയുടെ 1.47% കണക്കാക്കുന്നത്. ഇവരിൽ ഏകദേശം 2/3 ആദ്യ തലമുറ കുടിയേറ്റക്കാരാണ്. ബാക്കിയുള്ളവർ യുഎസിൽ ജനിച്ച പൗരന്മാരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി എന്താണ് ജന്മാവകാശ പൗരത്വ നിയമമെന്ന് നോക്കാം. യുഎസിൽ ജനിച്ചവർ സ്വയമേവ ഒരു അമേരിക്കൻ പൗരനാകും എന്നതാണ് ജന്മാവകാശ പൗരത്വം. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി രാജ്യത്ത് ഈ നിയമം നിലവിലുണ്ട്. 1868 അംഗീകരിച്ച 14ാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിയത്. മുൻപ് അടിമകളായി ഇവിടെ എത്തിയ ആളുകൾക്കും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ഏർപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായുള്ള 2ാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ആകാംക്ഷയോടെയും ആശങ്കയോടെയുമാണ് ലോകം ഉറ്റുനോക്കുന്നത്. അനധികൃത കുടിയേറ്റ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതും കർക്കശവുമായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ H-1B വിസകളുടെ കാര്യത്തിൽ ഭരണകൂടം കൂടുതൽ കൃത്യതയും സുതാര്യവുമായ നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനകളാണ് വരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് പ്രൊഫഷണൽ മേഖലകളിൽ യുഎസിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമിയും കൂടിയാണ് അമേരിക്ക. അതിനാൽ തന്നെ H-1B വിസ പരിഷ്കരണ നടപടികൾ ഇന്ത്യൻ പ്രൊഫഷണലുകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. യുഎസിൽ ഉന്നത വൈദഗ്ധ്യം അനിവാര്യമായ മേഖലകളിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് വിദേശത്ത് നിന്ന് പ്രൊഫഷണലുകളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H-1B വിസ. IT, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ മേഖലകളിലാണ് പ്രധാനമായും H-1B വിസ പ്രയോജനപ്പെടുത്തുന്നത്. 2025 ജനുവരി 17 മുതൽ H-1B വിസ പ്രോഗ്രാമിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിൽ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരിഷ്കരണങ്ങൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.